വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ്. ഇത് മുൻപ് ഞാൻ 4 പില്ലേഴ്സിൽ ഒന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ്. അതിൽ ഒന്നാണ് നമ്മളിന്ന് തീർക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇൻഹെറിറ്റൻസ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാരമ്പര്യം എന്നാണ് ഇതിൻ്റെ മലയാളം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. അതായത് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കും. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആ മെയിൻ ക്ലാസ്സിലെ മെത്തേഡ്സിനും വേരിയബിൾസിനും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റെൻസ്. ഈ ഒരു കീവേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കീവേഡ്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു പാരമ്പര്യം, ഒരു വേറൊരു ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇൻഹെറിറ്റൻസ് 4 ടൈപ്പ് ഉണ്ട്. അതായത് മെയിൻലി ക്ലാസിഫൈഡ് 4 ടൈപ്പ്. അതായത് 4 ടൈപ്പ് തന്നെയുള്ള. ഓക്കെ, അത് ഏതാണെന്ന് വെച്ചാൽ സിംഗിൾ ഇൻഹെറിറ്റൻസ്, അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഇൻഹെറിറ്റൻസ്. പിന്നെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, പിന്നെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, പിന്നെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. പിന്നെ ഇതും കൂടാതെ ഒരു ഇൻഹെറിറ്റൻസും കൂടിയുണ്ട്. ഇതിനെ സ്പെഷ്യലി നോട്ട് ചെയ്ത് വെച്ചോ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് ജാവയിൽ പോസിബിൾ അല്ല. അതായത് ഡയറക്റ്റ് ഇൻഹെറിറ്റൻസിലൂടെ ഇത് പോസിബിൾ അല്ല. ഓക്കെ, അതായത് ഇൻഹെറിറ്റൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാനാവില്ല. ഓക്കെ, അതെന്താണ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ്, അതിലേക്കാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ളത്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. എ ക്ലാസ് ക്യാൻ ഇൻഹെറിറ്റ് ഫ്രം ഓൺലി 1 സൂപ്പർ ക്ലാസ്സസ്. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഒരു എ എന്ന് പറയുന്ന ക്ലാസ്സും ബി എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഉണ്ട്. എയിലേക്ക് ഞാൻ ബിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഒറ്റയടിക്ക് മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യാവൂ. ആ ഒരു ഇൻഹെറിറ്റൻസിനാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു കോഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു മെയിൻ ക്ലാസ് വേറെ തന്നിട്ടുണ്ട്. അത് തന്നെ എടുക്കുന്നതാണ്. ഇതിലാർക്കും നെയിം മാറ്റണമെങ്കിൽ ഇതിൻ്റെ നെയിം മാറ്റുമ്പം വീഡിയോ റിനെയിം ചെയ്തിട്ട് ഇവിടുത്തെ നെയിം മാറ്റണം. വീഡിയോ അവിടെ ഹലോ കൊടുത്താൽ hello.java നീലും കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ കാണിക്കും. ഓക്കെ, ഇനി ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് എ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു വോയിഡ് ഹലോ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു മെത്തേഡായിട്ട് അതിൻ്റെ അകത്ത് ഒരു പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് ഹലോ പ്രിൻ്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ക്ലാസ് ബിയും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ വോയിഡ് ഹായ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്യാപിറ്റലൊന്നും അടിക്കുന്നത് സ്മോളൊന്നും അടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രിൻ്റ്. ഓക്കെ, ഞാനിവിടെ ഹായിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റിൻ്റെ അകത്ത് ഹായ് തന്നെയാണ് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന്, അതായത് ഈ ഒരു എ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഈ ഹായ് മെത്തേഡിനെ ആക്സസ് ചെയ്യാം. ഇപ്പം ഞാൻ എ ക്ലാസ് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു എസ് മെത്തേഡ് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി
ഇത് വെറുതെയാണ്, അത് നോക്കട്ടെ. ഇനി ഞാനിവിടെ ഇതൊക്കെ ചെയ്ത് റൈറ്റാന്ന് അറിയാൻ ഈ എ ക്ലാസ് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യല്ലേ, അത് ഡോട്ട് ഈ ഹലോനെ ആദ്യം ഞാൻ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഹലോൻ്റെ ഉള്ളിൽ ഹലോ പ്രിൻ്റായി. ഇനി ഞാനിവിടെ മാറ്റിയിട്ടത് ഹായ് ആക്കിയാൽ എനിക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കീവേഡ് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, എക്സ്റ്റെൻസ്. ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുക, ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക. ബീനെ ഞാൻ എയിലേക്ക് ഇപ്പോൾ ഇൻഹെറിറ്റ് ചെയ്തെടുത്തു. ഈ ബി ക്ലാസ് ആണ് മെയിൻ ക്ലാസ്, അതായത് നിങ്ങളെ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ ക്ലാസ് ആണിത്. ആ ഇൻഹെറിറ്റ് ചെയ്ത് എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്തിട്ട് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ക്ലാസ്സാണ് മെയിൻ ക്ലാസ്, അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നോ അല്ല സൂപ്പർ ക്ലാസ് എന്നോ ഈ ഒരു ക്ലാസ്സിനെ വിളിക്കാറുണ്ട്. ഇതിനെ ബേസ് ക്ലാസ് എന്നോ ബേസ് ക്ലാസ് എന്നാണ് ഈ ഒരു ക്ലാസ്സിനെ വിളിക്കാറ്. ആ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുന്ന ആ ക്ലാസ്സിലേക്ക് പേര് വിളിക്കുന്ന പേര് സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിനെ പേരൻറ്റ് ക്ലാസ് എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു ബി ക്ലാസ്സിനെ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഹെറിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ എസ് ഡോട്ട് ഹായ് കൊടുത്ത് ഇനി ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ഇതാ കിട്ടിയിട്ടുണ്ട്. എന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹായ് കൊടുത്തപ്പോൾ ഈ ബി ക്ലാസ്സിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, ഹായ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തൊരു പരിപാടി ഉണ്ടാ, ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു. അതായത് ഓൺലി വൺ ക്ലാസ്, ഒറ്റൊരു ക്ലാസ്സിനെ മാത്രം ഞാൻ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു. ആ ഒരു മെത്തേഡിനെയാണ്, അതായത് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഇൻഹെറിറ്റൻസ് ഏതാ? ഇനി നമുക്ക് നോക്കാനുള്ള മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എ ക്ലാസ് ക്യാൻ ഇൻഹെറിറ്റ് എ സബ് ക്ലാസ്. അതായത് ഇത് വായിച്ചാൽ അധികമൊന്നും മനസ്സിലാകത്തില്ല. ഒരു ക്ലാസ് ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഇത് പറയുക സിംഗിൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് എ ക്ലാസ് ഞാൻ ബിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്ത് ആ ഒരു ബി ക്ലാസ് ഞാൻ സിയിലേക്ക് എടുത്തു, ഇങ്ങനെ ഡിയിലേക്ക് എടുക്കുന്നു. ഇതുപോലെ എടുത്തെടുത്തെടുത്ത് പോകുന്ന പരിപാടിയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കോഡ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു ക്ലാസ് ഞാൻ എയിലേക്ക് എടുത്തില്ലേ, ഇനി ഇവിടെ ജസ്റ്റ് സി ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ക്ലാസ് സി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താ കൊടുക്കണം, പോയിട്ട് പോയി കൊടുക്കുക. ഇത് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ്, പോയി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ബി ക്ലാസ് നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് എ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്ത്. ഇനി ഈ ഒരു എ ക്ലാസ് നമ്മൾ എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്തിട്ട് എ ക്ലാസ്സിനെ സിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്ത്. അതായത് ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുത്ത് ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്താ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും തുടരാം. ഈ ഒരു മെത്തേഡാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതായത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഹോയിന് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ഈ ഹോയിനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ഹലോനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ഹോയിനെ ഉപയോഗിക്കാൻ പറ്റും. വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, റെഫറൻസാണ് ഇപ്പുറത്തുള്ളത് ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റും ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു തന്നിരുന്നു.
ഇനി സീന് ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഹായിനെ ആക്സസ് ചെയ്യുന്നു. ഇതാ സീൻ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഹായിനെ ആക്സസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് മാറ്റാൻ വേണ്ടി ഇത് ഞാൻ തന്നേക്കാം. ഹായ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അതായത് ഹായ് ഇവിടെ കിടക്കുന്നവനാ ലാസ്റ്റ് ഇതിൽ കിടക്കുന്നത്. അതിനെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വെച്ച് തന്നെ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത്. ഇനിയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇനി എന്താണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഇത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ക്യാൻ ഇൻ സിംഗിൾ സൂപ്പർ ക്ലാസ്. അതായത് ഒരു പാരൻറ്റും കുറേ, അതായത് 3-4 ചൈൽഡ് ഉണ്ടാവില്ലേ, ആ ഒരു ഇത്, അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ 3-4 ക്ലാസ്സിലേക്കൊക്കെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഒരു മെയിൻ ക്ലാസ്, പിന്നെ ചൈൽഡ് ക്ലാസ് കുറേ എണ്ണം, ആ ഒരു മെത്തേഡ്. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് 2, 3, 4 എത്രയും ആയിക്കോട്ടെ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നത്. ഒറ്റ ക്ലാസ്സിനെ കുറേ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എ ക്ലാസ്സും ഉണ്ട് ബി ക്ലാസ്സും ഉണ്ട്. ഒരൊറ്റ പാരൻറ്റ് ക്ലാസ് ഉണ്ടാവും. അതായത് ഒരൊറ്റ പാരൻറ്റ് ക്ലാസ് ഇവിടെ ഉണ്ട് ബി ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ബി കൊടുത്താൽ മതി. കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഒരൊറ്റ പാരൻറ്റ് ക്ലാസ്സും അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്, പിന്നെ ഇതാ 2 ചൈൽഡ് ക്ലാസ്, 2 3 അത്രയും കൈക്കോട്ടെ. അതായത് ഒരൊറ്റ ക്ലാസ്സിനെ 2-3 എണ്ണത്തിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിനാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹൈബ്രിഡ്. ഈ ഹൈബ്രിഡ് എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. അതായത് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസും ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും, ഇതുപോലെ കോമ്പിനേഷൻ ഓഫ് ഇത് ഇൻഹെറിറ്റൻസ്. അതായത് ഈ ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസും മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും ഒറ്റ രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ്, അതാണ് ഹൈബ്രിഡ്. ഓക്കെ, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ സിംഗിൾ ഇൻഹെറിറ്റൻസും അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് രണ്ടും കൂടിക്കലർന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ നടക്കുക, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ നടക്കുക. ഓക്കെ, അതായത് കോമ്പിനേഷൻ ഓഫ് ഈ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇനി മൾട്ടി ലെവൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. പക്ഷേ 2 ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അതിനെങ്ങനെ കോഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനെങ്ങനെയാണ് കോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു എ ക്ലാസ് ഉണ്ട് ബി ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇവിടെ എനെയും ബിനെയും സെപ്പറേറ്റ് ആണെങ്കിൽ, എന്നിട്ട് കീയിലേക്ക് എനെയും ബിനെയും എടുക്കണം. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇല്ല, കാരണം ഇത് ഈ ജാവയിൽ ഡയറക്റ്റ് പോസിബിൾ അല്ല. അതായത് ഇത് നമ്മൾ ഏത് വേയിലൂട്ടി അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ ഇൻ്റർഫേസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ആ ഒരു വേയിലൂട്ടി നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 2 ക്ലാസ്സിനെ ഒരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തെടുക്കേണ്ട വേ ജാവയിൽ ഡയറക്റ്റായി ഇൻഹെറിറ്റൻസിലൂടെ പോസിബിൾ അല്ല. അത് നമുക്ക് ഇൻ്റർഫേസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് തുടർന്നുള്ള വീഡിയോയിൽ വരും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത്. ഇതെന്തുകൊണ്ടാണ് പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹലോ ഉണ്ട്, ഞാൻ ഹായ് ഉണ്ട്, അത് ഞാൻ മാറ്റി ഹലോ കൊടുക്കുന്നു. ഈ എ ബി ഞാൻ കൊടുക്കുന്ന നോക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഏത് ഹലോനെ വിളിക്കും, അതായത് ഞാനിവിടെ ഹലോനെ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഹലോനെയും കോൾ ചെയ്ത്. ഓക്കെ, ഹലോനെ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. സീനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഹലോനെ കോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എക്സ്റ്റെൻഡ് കീവേഡ് യൂസ് ചെയ്ത്, അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും.
ആദ്യം നമ്മൾ ഈയിലേക്കാണ് പോയി നോക്കുക. അതിനകത്ത് ഹലോ ഉണ്ടോ നോക്കുമ്പോൾ 2 ക്ലാസ്സിലും ഹലോ. അപ്പോൾ തന്നെ കമ്പൈലറിന് ഡൗട്ട് അടിക്കും ഏത് മെത്തേഡ് പ്രിൻ്റ് വർക്ക് ചെയ്യണമെന്ന്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജാവയിൽ ഡയറക്റ്റായിട്ട് ഇത് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു വേയിലൂടെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പറയാനൊക്കെ കഴിഞ്ഞെന്ന് നടക്കുന്നു. ഹൈബ്രിഡ് എന്നാണ് ഞാൻ പറഞ്ഞതല്ല, കോമ്പിനേഷൻ ഓഫ്, അതായത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത് ചെയ്യാനും ഇൻ്റർഫേസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത്രക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. ഈ 5 ടൈപ്പ് പഠിച്ചു വെച്ചാൽ മതി. 5 ടൈപ്പ് ഉള്ളൂ. ഇത് 5 തന്നെ ഈ ഹൈബ്രിഡ് ഓവറാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ബെൽ ബട്ടണും കൂടി ഓർത്ത് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്